എന്റെ ഈശ്വര, ആ സ്ത്രീ ഇനി എന്തൊക്കെ കോലാഹലം അവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഈ വീട് പൊളിച്ചടക്കും. പ്രതാപേട്ടനും പത്മേടത്തിയും തമ്മിൽ കണ്ടുമുട്ടിയ ചികിത്സിച്ചത് പവിത്രയല്ല, അത് പത്മേടത്തിയാണെന്നുള്ള സത്യം പ്രതാപേട്ടൻ തിരിച്ചറിഞ്ഞ എന്തും വരട്ടെ, ഞാൻ ഇറങ്ങുവാ. ദൈവമേ, അവള് വരുമോ? വന്നാ ഞാനുണ്ടാക്കിയ കള്ളക്കഥകളൊക്കെ പൊളിയോ? അവരെല്ലാവരും ഒറ്റ കയ്യാ. ഒരുമിച്ച് നിന്ന് പ്രതാപനോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞാലോ? സത്യം പുറത്തു വരാതിരിക്കാൻ ഞാനാണ് ജഗനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന് കൂടി പറഞ്ഞാലോ? ദൈവമേ, ഇതിനുള്ളൊരു പോംവഴി പറഞ്ഞു തരണേ. പത്മേടത്തി ഇപ്പൊ വരും. തടയാൻ പോകുന്നില്ലേ? തടയാനോ? എന്തിന്? ഏട്ടത്തി വന്നാ നിങ്ങൾ കെട്ടിച്ചമച്ച കഥകളൊക്കെ തുറന്നു പറയില്ലേ? അമ്മ മാത്രമല്ല അത് തുറന്നു പറയുന്ന. ജഗനങ്ങൾ തുറന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അച്ഛനോട് പറയും. ജഗന്നാഥനങ്ങള് ആ സത്യം തുറന്നു പറയാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ഫുട്ടേജ് കോടതിയിൽ വെച്ച് വർമ്മ സാറ് കണ്ടതാ. അങ്കിളിനെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളാണെന്ന് ഞങ്ങൾ പറയും. അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ജഗന്നാഥൻ അങ്കിളിനെ കൂടി ഞങ്ങൾ നേരിട്ട് സാറിന് മുമ്പിൽ കൊണ്ടുവരും. അവളിങ്ങ് വരട്ടെ. പ്രതാപനെ അവളെ ചവിട്ടി പുറത്താക്കുന്നത് നിങ്ങൾക്കും കൂടി കാണാം. അതൊക്കെ നിങ്ങളുടെ സ്വപ്നം മാത്രമാണ്. എത്ര നാളൊരു മനുഷ്യനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും? അമ്മ മാത്രമല്ല, ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് സത്യങ്ങൾ അച്ഛനെ ബോധ്യപ്പെടുത്തും. അതിനവൻ കേട്ടിട്ട് വേണ്ടേ? അച്ഛൻ ക്ഷമയോടെ നിന്നത് കേൾക്കും. അച്ഛനെ കേൾപ്പിക്കാനും അത് ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്കറിയാം. കാരണം അച്ഛനെ അമ്മയും ഞങ്ങൾക്ക് രക്ഷിച്ചെടുക്കണം. അത് ഞങ്ങളുടെ ആവശ്യം. അല്ലെങ്കിൽ പത്മേടത്തി വരുന്നത് നിങ്ങളൊന്ന് തടയേ. വരുന്നവളെ വരട്ടേടി. എനിക്കും ചിലതൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഉണ്ട്. ഇപ്പോ 3 പേര് ഇവിടുന്ന് ഇറങ്ങിക്കേ. ഇറങ്ങാൻ പോ 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 പോ. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊന്ന് തീരും. എന്താ വേണ്ട എന്റെ ദൈവമേ? ശേ, എന്റെ ദാനമാണ് സത്യത്തിൽ നിന്റെ ജീവിതം. എന്താ വാസ്തവല്ലേ? ഞാൻ ചെയ്തു തന്ന ഉപകാരത്തിലാ ഇന്ന് നിന്റെ കുടുംബം നിലനിൽക്കുന്നത്. നിന്റെ അപ്പൂപ്പനും കൂടപ്പിറപ്പുകളും ഒക്കെ ജീവിക്കുന്നത്. അത് സത്യമല്ലേ? സത്യമാണ്. നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമാണെങ്കിലും അങ്ങനെയൊന്നും ഞാൻ നിന്നെ ചൂഷണം ചെയ്യില്ല. പക്ഷേ ഞാൻ നിനക്ക് ചെയ്തു തന്ന ഈ ഉപകാരങ്ങൾക്കൊക്കെ പ്രത്യുപകാരമായി നീ എന്താ എനിക്ക് ചെയ്തു തരുന്നേ? അംബികേച്ചി എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. ഒരു കാലത്തും ഞാനത് മറക്കേയില്ല. ആ കടപ്പാടിൻ്റെ പേരിൽ ഞാൻ എന്ത് ചേച്ചിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞാലും ചെയ്തു തരും. അതെൻ്റെ വാക്കാണ്. ഞാൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ല. പക്ഷേ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യം വരും. അപ്പോ ഞാൻ നിന്നെ വിളിക്കും. സംയുക്ത, യെസ്, അവളെ ഇറക്കാം.
പത്മയുടെ വരവിന് എന്നേക്കുമായി ഒരവസാനം. എന്റെ ഈശ്വര, ആ സ്ത്രീ ഇനി എന്തൊക്കെ കോലാഹലം അവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഈ വീട് പൊളിച്ചടക്കും. പ്രതാപേട്ടനും പത്മേടനെയും തമ്മിൽ കണ്ടുമുട്ടിയ ചികിത്സിച്ചത് പവിത്രയല്ല, അത് പത്മേടത്തെയാണെന്നുള്ള സത്യം പ്രതാപേട്ടൻ തിരിച്ചറിഞ്ഞ വരാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് എന്റെ മനസ്സിൽ തീ പിടിക്കുക. ഇനി എന്താ ചെയ്യാ? മാഡം ഇങ്ങനെ പേടിക്കാതെ, എന്തു വന്നാലും നേരിട്ടല്ലേ പറ്റൂ. വരട്ടെ, വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. യാമിനി, പ്രതാപന്റെ ജീവൻ രക്ഷിച്ച ഒരു ദേവതയെ പോലത്തെ സ്ത്രീയാ വരാൻ പോകുന്നത്. മാന്യമായി പെരുമാറണം. VIP പരിഗണന വേണം കൊടുക്കാൻ. നല്ലൊരു സ്വീകരണം കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ആ പവിത്ര സിസ്റ്ററിനെ അകത്തേക്ക് കയറ്റാൻ. ആദ്യം ആരതി ഒഴിയണം. അതിനുശേഷം മാലയും ബൊക്കയൊക്കെ കൊടുത്തു വേണം അകത്തേക്ക് കയറ്റാൻ. ഇതിന്റെയൊക്കെ ആവശ്യമില്ല. എന്നെ കാണാൻ വരുന്ന പ്രൈം മിനിസ്റ്റർ ഒന്നുമല്ല, എന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച ഒരു ഹോം നേഴ്സാ. എന്താ പ്രതാപ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സിസ്റ്റർ പവിത്ര എന്ന രക്ഷകയെ നിനക്കോ ഞങ്ങൾക്കോ മറക്കാൻ പറ്റുമോ? അവരോടെ നന്ദിയും കടപ്പാടും ഒക്കെ കാണിക്കണം. സിസ്റ്റർ പവിത്രയോട് നന്ദിയും കടപ്പാടുമില്ലെന്ന് ആര് പറഞ്ഞു ചേച്ചി? അവന് ഇങ്ങനൊരു പ്രഹസനവും പ്രകടനമൊന്നും വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ചില പ്രഹസനവും പ്രകടനവും ഒക്കെ ആവശ്യ പ്രതാപ. അതൊക്കെ ഈ സോഷ്യൽ സെറ്റപ്പിന്റെ ഒരു ഭാഗമല്ലേ? അല്ലേ യാമിനി? അല്ലേ ഋതുമോളെ? നീയേ മരിച്ച് ജീവിച്ചവനാ. നിനക്ക് പുതുജീവൻ നൽകി രക്ഷിച്ചത് സിസ്റ്റർ പവിത്രയും. ആ സിസ്റ്റർക്ക് ഒരു നല്ല സ്വീകരണം തന്നെ കൊടുക്കണമെന്നാ എന്റെ അഭിപ്രായം.